ഹലോ, മാവേലി അല്ലേ? എത്ര നേരായി വിളിക്കും നിങ്ങളന്ന്? ഓണായില്ലേ? ഇങ്ങോട്ടൊന്നും വരുന്നില്ലേ? എന്തെന്ന്? കുണ്ടും കുഴിയാ? കുണ്ടും കുഴിയും ഉണ്ട്, ശരി തന്നെയാ. കുറച്ച് ദൂരം പോയാൽ കുഴിയും കുണ്ടുമാവും, പിന്നെ കുണ്ടും കുഴിയാവും. അത് പണ്ടേ ഉള്ളതല്ലേ. ഇപ്പൊ ഈ ഹൈവേന്റെ പണി തുടങ്ങിയപ്പോ കുണ്ടും കുഴിയും കൂടി. എന്നാൽ നിങ്ങൾ വരണം കേട്ടോ. ബ്ലോക്ക് ഉണ്ടോ? എന്നിട്ടോ ആർട്ടിന്റെ ബ്ലോക്ക് അല്ലേ? ആ, എന്നിട്ടോ ആർട്ടിന്റെ ബ്ലോക്ക്. എന്നിട്ട് നിങ്ങൾ എന്താക്കി? ആൻറ്റിയോപ്ലാസ്റ്റിയും ചെയ്തിക്കോ. ആടുന്ന് തന്നെ ചെയ്തോ. ഇവിടുന്ന് ചെയ്താൽ വേറെ പല സാധനം അതിലിട്ടിട്ടാവല് തുന്നിക്കെട്ടുക. വയറിടൂ, കത്രിക ഇടൂ, വേണ്ടി വന്നാൽ കൊടുവാളടക്കം ഇടൂ. നിങ്ങൾ ആടുന്ന് ചെയ്യുന്നത് നന്നായി. അംബ്ലോക്കിന്റെ കാര്യമല്ല, അവിടുത്തെ ബ്ലോക്ക്. അവിടുത്തെ റോഡിൽ മൊത്തം ബ്ലോക്ക് തന്നെ. അതൊരു ഒരുപാട് ദൂരം ബ്ലോക്കോടൊരു കളിയായിരിക്കും. ഇപ്പോൾ കല്യാണത്തിലൊക്കെ പോകണമെങ്കിൽ നമ്മളങ്ങ് എത്തുമ്പോഴേക്ക് അവിടെ സർക്കാരായിട്ടുണ്ടാവും. അക്കോലത്തിലുള്ള ബ്ലോക്ക് അവിടെ. എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ പോന്ന്. ഓ, നായിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. വരുന്നുണ്ടെങ്കിൽ തെരുവ് നായിൻ്റെ ശല്യമുണ്ട്. ഒരു സിനിമ ഉണ്ടല്ലോ, 50 കൊല്ലം മുമ്പേ വന്നേ. എന്നാൽ താൻ പോയി കേസ് കൊടുക്കുന്നില്ല, അമ്മാതിരിയാവും. നിങ്ങളെ പിന്നാമ്പുറം കാണൂല. അതുകൊണ്ട് ശ്രദ്ധിച്ച് നടന്നാൽ മതി. വരുന്നുണ്ടെ തന്നെ വരണമെന്ന് ആൾ വിചാരിക്കുന്നത്. നിങ്ങൾ വന്ന് നാടെല്ലാം കണ്ട് പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് ഇങ്ങനെ പോകണം കേട്ടോ. അതിനു വേണ്ടി വന്നിട്ട് ഞാളെല്ലാം കൂടി നിങ്ങൾ എന്ത് ചെയ്യും? സെൽഫി എടുക്കും. അതുപോലെ തന്നെ അത് വൈറലാകും. വൈറൽ വെച്ചാൽ വൈറലല്ല, വൈറൽ. വൈറലായിട്ട് കഴിഞ്ഞല്ല വയറ്റുന്ന വേദനയാ. അത് എവിടുന്നെങ്കിലും ഉണ്ടാവും. ഈ പാക്കറ്റ് ഓണസദ്യയൊക്കെ വാങ്ങിക്കുന്നുണ്ടാവും. അത് കഴിച്ചാൽ പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെയാ. വയറിലോട് വയറിലായിരിക്കും. പിന്നെ ഞാനുണ്ടല്ലോ, ഈ ഓണത്തിന് മുമ്പേ സംഗതി നമ്മളെ ബീവറേജൻ ഉണ്ടല്ലോ, ബീവറേജൻ അത് ഓൺലൈൻ ആക്കോ നോക്കിന്. നമ്മൾ അട്ടല്ലൂരി അതിനൊരു പദ്ധതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നു. പൊതുവെ ഇപ്പോൾ ഓൺലൈനാണല്ലോ. ആൾക്കാർ പോയി ലൈനിൽ നിൽക്കുന്നു, സാധനം വാങ്ങുന്നു, പോരുന്നു. ബിവറേജിൻ്റെ മുമ്പിലാണ് ഏറ്റവും നല്ല അച്ചടക്കമുള്ള ആൾക്കാരുള്ളത്. അവർ ₹1 കടം കൊടുക്കും. ₹1 കട ഉണ്ടാവില്ല. നാട്ടിലെ പീടിയെന്ന് അവർ സാധനം കടം വാങ്ങും. എന്നാൽ ബിവറേജിൻ്റെ മുമ്പിൽ പോയാൽ റൊക്കം പൈസയും കൊടുത്താൽ വാങ്ങുക. സർക്കാരിന് ലാഭം. അത് ഓൺലൈൻ എന്നുള്ളത് ഓൺലൈൻ ആക്കിയാൽ മതി. വീട്ടിൽ സാധനം എത്തൂ. എന്തിനാ മഴയും വെയിലൊക്കെ കൊള്ളിക്കുന്നത്? അപ്പം അത് വിചാരിച്ചത് അട്ടല്ലൂരി. പക്ഷെ മന്ത്രി അറിഞ്ഞപ്പം വേഗം എന്ത് ചെയ്ത് ആ പദ്ധതിൻ്റെ അട്ടല്ലൂരി. ഇപ്പം അതിങ്ങനെ അട്ടത്ത് കിടക്കുന്ന. എന്തെന്നാ തിരിഞ്ഞിക്കില്ല. ചിലപ്പോൾ അടുത്ത കൊല്ലോ അതിൻ്റെ അടുത്ത കൊല്ലമൊക്കെ വന്നേക്കാം. നല്ലൊരു പണിയാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്തായാലും ഭക്ഷ്യസാധനങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ അവശ്യ സാധനം കൂടി വന്നാൽ എന്താ കുഴപ്പം? എല്ലാവർക്കും സുഖമല്ലേ? കുറേ പിള്ളേർക്ക് പണിയും കിട്ടും. ഒരിക്കൽ വണ്ടിയും മേൽ പറക്കാം. നമ്മൾ വീട്ടിലിരുന്നാൽ മതി. പത്രക്കാർക്ക് സുഖമാണ്. ഓരോ സീസണിലും ഏറ്റവും കൂടുതൽ വണ്ടി വന്ന സ്ഥലത്തിൻ്റെ പേരൊക്കെ കൊടുത്തൊരു വാർത്തയും കൊടുക്കാമല്ലോ. കുഴപ്പമില്ല. പക്ഷെ എന്ത് ചെയ്യാനാ? ഈ അട്ടല്ലൂരിൻ്റെ നട്ടല്ലൂരിയില്ലേ മക്കളെ? നോക്കട്ടെ, ചിലപ്പോൾ അങ്ങ് റെഡിയായിപ്പോവും. ഇപ്പോൾ നാട്ടിലെല്ലാം ട്രംപിൻ്റെ കളിയാണ്. ടംപസ്റ്റ് എന്ന് പറയും, ഈ കൊടുങ്കാറ്റ്. അതിനെ ഞാൾ മാറ്റി ട്രംപസ്റ്റ് ഇതാക്കിയിട്ടുണ്ട്. അതിങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. നമുക്ക് മോശമുണ്ട് കേട്ടോ. പണ്ട് നമ്മൾ പറയൂ സോവിയറ്റ് യൂണിയനിൽ മഴ പെയ്താൽ ഇവിടെ കൊട പിടിക്കുന്നൊക്കെ പറഞ്ഞ് തമാശാക്കലുണ്ട്. ഇപ്പം അതല്ല. ഇപ്പം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് എന്ത് നടന്നാലും അതിൻ്റെ പ്രയാസവും പ്രശ്നങ്ങളും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടാവും. ആ ഒരു ലോകത്തിൽ നമ്മളൊക്കെ ജീവിക്കുന്നത്. മാവേലിക്കത് അറിയാമല്ലോ. ഇപ്പം പാതാളത്തിലും ഇതിൻ്റെ പ്രശ്നം ഉണ്ടാവും. എന്നാലും
ഈ ട്രംപിൻ്റെ ഈ പ്രശ്നം കൊണ്ട് ഇവിടുത്തെ ചെമ്മീൻ ഇവിടെ തന്നെ, അതുപോലെ തന്നെ തുണിത്തരങ്ങൾ ഇവിടെ തന്നെ, അതിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന എവിടെയും പോകാനില്ല. അപ്പോൾ ആകെ ചില പ്രശ്നങ്ങളുണ്ട്. എന്നാലും ചിലപ്പം ഈ ഓണത്തിൻ്റെ പേര് ഞാൾ ട്രംപോണം എന്നാക്കി മാറ്റുക സാധ്യതയുണ്ട്. ഇപ്പം എല്ലാം ഓണം വെച്ചാ പറയുന്നത് കഴിച്ചോണം, പോയിക്കോണം, വാങ്ങിച്ചോണം, കണ്ടോണം, പിന്നൊരു ട്രംപോണം നിന്നോട്ടെ എന്നാ വിചാരിക്കുന്നത്. ആ ഏതേത് രാഹുൽജി, രാഹുൽജി ബീഹാറിൽ വോട്ട് യാത്രയൊക്കെ നടത്തി ഉഷാറാക്കില്ലേ? നല്ല ഉഷാറാട്ടോ. പേപ്പറിലൊക്കെ വന്ന് കല്ലപ്പെടാ. നിങ്ങൾ അങ്ങോട്ട് കിട്ടുന്നില്ലേ? ലൈന് കിട്ടുന്നില്ലേ? ഓൺലൈനിലൊക്കെ ഉണ്ട്. ഇവിടുത്തെ കേരളത്തിലെ രാഹുൽജി എന്താ ചെയ്യുന്നത്? ഓറ് മാങ്കൂട്ടത്തിൽ നിന്ന് ചാറ്റ് യാത്ര രാവിലെ തുടങ്ങും, വൈകുന്നേരം വരെ. പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഞങ്ങളെ പാർട്ടി ജനസമ്പർക്ക പരിപാടി നടത്തുമെന്ന് വിചാരിച്ചിട്ട് അതോറ് നേരത്തെ കാലത്തെ ചെയ്ത് കലക്കിയ പരിപാടിയാണ്. കലക്കിന്ന് വെച്ചാൽ കലക്കിയല്ലേ. അപ്പോൾ അതിങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കൂ, മുകേഷ് ഏട്ടനില്ലേ, കൃഷ്ണകുമാർ സാറില്ലേ? ഓലതുണ്ട്, എല്ലാ പാർട്ടിയിലും ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ചിലർ പറയുന്നുണ്ട്, അത് ശരിയായിട്ടൊന്നും അറിയില്ല. നിങ്ങൾക്ക് ഈ അഭിപ്രായം ഉണ്ടോയെന്ന് ഞാൻ ചോദിക്കുകയാണ്. നമ്മളെ ഈ സംസ്ഥാന പക്ഷി ഉണ്ടല്ലോ വേഴാമ്പലി, അതിനൊന്ന് മാറ്റിയാലോ, ഒരു മാറ്റി പിടിച്ചാലോ, കോഴിയാക്കിയാലോ? ഇപ്പം കോഴികളാണല്ലോ കൂടുതലുള്ള. ഇപ്പോൾ കോഴിയാക്കുക. അപ്പോൾ മൃഗം ഉണ്ടല്ലോ, ആ മൃഗത്തിനെ മാറ്റുക, നല്ല മോരിക്കുട്ടനാൻ വെച്ചു കൊടുക്കുക. ഇപ്പം അതിൻ്റെ കളിയാണ്, മോരിക്കുട്ടൻ്റെ മാർച്ച്, കോഴീൻ്റെ മാർച്ച് എന്നൊക്കെയാണ്. അപ്പോൾ നോക്കട്ടെ, ഇനിയിപ്പോൾ സർക്കാർ എന്നെ അങ്ങ് തീരുമാനിച്ചെന്ന് കൂട്ടുക. മന്ത്രിസഭ തീരുമാനിച്ചു, പക്ഷെ ഗവർണറിൻ്റെ ഒപ്പിടുന്ന് ഓറത് അട്ടത്ത് കൊണ്ടാക്കൂലേ? അതുകൊണ്ട് ഇത് ഉറപ്പൊന്നും പറയാനാവില്ല. ചിലപ്പോൾ 2-3 കൊല്ലം കഴിഞ്ഞു. അങ്ങനെ തന്നെ ആട്ടെ. പിന്നെ ഇവിടെ ഇപ്പോൾ എന്തിനും മാർച്ച അല്ല, ഇത് സെപ്റ്റംബർ ആണെങ്കിലും മാർച്ച് കൊണ്ടൊരു കളിയാണ്. വീട്ടിലേക്ക് മാർച്ച്, ഓഫീസിലേക്ക് മാർച്ച്, മന്ത്രിൻ്റെ വീട്ടിലേക്ക് മാർച്ച്, മന്ത്രിൻ്റെ ഓഫീസിലേക്ക് മാർച്ച്, ഇങ്ങനത്തെ മാർച്ച് കൊണ്ടൊരു കളിയാണ്. അതുപോലെ തന്നെ കോലം കത്തിക്കലുണ്ട്. എല്ലാവരുടെ കോലവും കത്തിക്കുക, അതൊരു ട്രെൻഡാണ്. ഇപ്പോൾ സന്ധ്യക്ക് ആൾക്കാർ കൂടും, കോലം എടുത്തുകൊണ്ട് വരും, ടൗണിൽ നടുക്ക് വെക്കും, മുദ്രാവാക്യം വിളിക്കും, ഒറ്റ കത്തിക്കൽ. ഇതൊരു വലിയ ഒരു വ്യവസായ സാധ്യത മുമ്പ് കാണുന്നുണ്ട്. ചില ആളൊക്കെ ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ സാധ്യതയുണ്ട്. കോലം സ്റ്റാർട്ടപ്പ്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് കോലം എത്തിച്ചു കൊടുക്കും. കോലം എത്തിച്ചു കൊടുക്കും. ആവശ്യമായ തീപ്പെട്ടിയും പെട്രോളും അതും കൂടി കൊടുക്കും. ഇത് കേരളത്തിൽ വളർന്ന് വികസിക്കാൻ സാധ്യതയുള്ളൊരു വലിയൊരു വ്യവസായം. അങ്ങനെയാകുമ്പോൾ ചെറുപ്പക്കാരൊന്നും അങ്ങ് അമേരിക്കയിലോ റഷ്യയിലോ UK പോകേണ്ടി വരില്ല. ഇവിടെ തന്നെ പണി കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹലോ, എന്തായാലും ഹലോ, നിങ്ങളെന്തായാലും വരണേ. കാരണം ഒരു ഓണയല്ലേ, നിങ്ങളെയും കാത്തിട്ടിങ്ങനെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഒന്ന് വന്നങ്ങ് പോട്. എങ്ങനെ, ഹെലികോപ്റ്ററാ? അങ്ങനെയും മതി. അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ, അല്ലെങ്കിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ, ആടുന്ന് പിറ്റേന്ന് തിരിച്ചിങ്ങോട്ടും. എന്നാലൊക്കെ ആൾക്കാരെ കാണുകയും ചെയ്യുക, നായിന്നും രക്ഷപ്പെടുക, കുണ്ടും കുഴിയും ഉണ്ടാവില്ല, ബ്ലോക്കും ഉണ്ടാവില്ല. സുഖമായിട്ട് വന്ന് ഒരു പാക്കറ്റ് സദ്യയും കഴിച്ച് ഒക്കെ എന്ത് ചെയ്യുക, നേരത്തെ കാലത്തെങ്ങ് പാതാളത്തിലേക്ക് പോകുക. അപ്പോൾ മറക്കട്ടെ, ഞാൻ നാളെ രാവിലെ നിങ്ങളെ ഒന്നുകൂടിയും വിളിക്കാം. എന്നാലോ, ഹാപ്പി ഓണം.